സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ അബ്ദുൽ ഹക്കീമിന്റേതാണ് ഉത്തരവ്. ഒരു വിവരവും മറച്ചുവെക്കരുതെന്ന് ഉത്തരവിൽ പറയുന്നു. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാനാണ് സർക്കാർ ഹേമ കമ്മീഷനെ നിയോഗിച്ചത്. സ്വകാര്യ വിവരങ്ങൾ ഒഴിച്ചുള്ള ഒന്നും മറച്ചുവെക്കരുതെന്നും കമ്മീഷൻ ഉത്തരവിൽ പറയുന്നു. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പൊതുമധ്യത്തിലേക്ക് വരുമ്പോൾ ഏതൊക്കെ രീതിയിലാകും, അത് ആരെയൊക്കെയാകും ബാധിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ആവശ്യം നേരത്തെ തന്നെ ഉയർന്നിരുന്നതാണ്. എന്നാൽ സ്വകാര്യ വിവരങ്ങളടക്കം നിരവധി കാര്യങ്ങൾ അതിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇതുവരെയും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാത്തത്. ഇപ്പോൾ വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവാണ് വന്നിരിക്കുന്നത്. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്നും ഒന്നും മറച്ചുവെക്കേണ്ടതില്ല എന്നും സ്വകാര്യ വിവരങ്ങൾ ഒഴിച്ചുള്ള എല്ലാ കാര്യങ്ങളും പുറത്തുവരണം എന്നുമാണ് റിപ്പോർട്ടിൽ ഉള്ളത്. വി അരുൺ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ഉത്തരവ് വരുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട വാർത്തയാകുന്നു. 2 വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ച് ഇപ്പോൾ ആ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് വിവരാവകാശ കമ്മീഷണർ പറയുന്നത്? അശ്വതി, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടാണ് സിനിമാ മേഖലയെ ബന്ധപ്പെട്ട ഹേമ കമ്മീഷൻ റിപ്പോർട്ട്. അതായത് സിനിമാ മേഖലയിൽ നടക്കുന്ന സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ, അവരുടെ സ്വകാര്യതയ്ക്കുള്ള കടന്നുകയറ്റം അടക്കം ആ മേഖലയെ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അന്വേഷിച്ച് സമർപ്പിച്ച റിപ്പോർട്ടാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് 2019 ഡിസംബർ 31 സർക്കാരിന് അന്നത്തെ മന്ത്രിയായിരുന്ന കെ ബാലനും അതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയനും ആ റിപ്പോർട്ട് സമർപ്പിച്ചത്. പക്ഷേ ഇതുവരെയും ആ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വന്നില്ല. കാരണം സ്ത്രീകളുടെ സ്വകാര്യമായ അവകാശങ്ങൾ പോലും ഹനിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ, കണ്ടെത്തലുകൾ, മൊഴികൾ അതിലുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തുവിടാൻ കഴിയുന്ന നിലപാടാണ് സർക്കാർ ആ ഘട്ടത്തിൽ സ്വീകരിച്ചത്. വിവരാവകാശ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ലഭിച്ചിരുന്നു. ആ പരാതികൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തുവിടാൻ കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഡോക്ടർ അബ്ദുൽ ഹക്കീമിന്റേതാണ് ഉത്തരവ്. വിവരാവകാശ നിയമപ്രകാരം വിലക്കപ്പെട്ട, അതായത് പുറത്തുവിടാൻ കഴിയാത്ത വിവരങ്ങൾ ഒഴികെ മുഴുവൻ വിവരങ്ങളും ഒരു വിവരവും മറച്ചുവെക്കാതെ പുറത്തുവിടാനാണ് കമ്മീഷൻ നിർദ്ദേശിക്കുന്നത്. അവ പുറത്തുവിടുമ്പോൾ അത് വ്യക്തികളുടെ സ്വകാര്യതയ്ക്കുള്ള കടന്നുകയറ്റമാകരുത്. ഇത് പൂർണ്ണമായും ഈ ഉത്തരവ് നടപ്പാക്കിയെന്ന് ഗവൺമെന്റ് സർക്കാർ സെക്രട്ടറി, സാംസ്കാരിക സിനിമാ വകുപ്പ് സെക്രട്ടറി ഉറപ്പാക്കണമെന്നും ഈ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. 2019 ഡിസംബർ 31 സമർപ്പിച്ച റിപ്പോർട്ടാണ്. ഏതാണ്ട് 3.5 വർഷത്തിലേറെയായി ഈ റിപ്പോർട്ട് സർക്കാരിന്റെ കൈവശമാണ്. അതിൽ നടപടിയും ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. നിരവധി പേർ, മാധ്യമപ്രവർത്തകരടക്കം നിരവധി പേർ ഈ റിപ്പോർട്ട് തേടി വിവരാവകാശ കമ്മീഷനെ സമീപിച്ചിരുന്നു. എന്നാൽ ആ റിപ്പോർട്ട് പുറത്തു കൊടുക്കാൻ കഴിയില്ലെന്നായിരുന്നു നിലപാട്. പിന്നീട് അതിന്മേൽ അപ്പീലുമൊക്കെ പോവുകയും ഒടുവിൽ ഇപ്പോൾ വിവരാവകാശ കമ്മീഷന്റെ ഭാഗത്തുനിന്നായി ഉത്തരവ് വരികയും ചെയ്തിരിക്കുന്നു. നടി ശാരദ, മുൻ IAS ഉദ്യോഗസ്ഥ KB വത്സലകുമാരി എന്നിവരായിരുന്നു ഹേമ കമ്മീഷനിലെ മറ്റ് അംഗങ്ങൾ. ഏതായാലും സംസ്ഥാനം വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തുവരാൻ പോകുന്നത്. അധികം വൈകാതെ ഈ റിപ്പോർട്ട് പുറത്തുവരും. സിനിമാ മേഖലയിൽ നടക്കുന്ന അനഭിലഷണീയ പ്രവണതകൾ, സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന അഭിനേത്രികൾക്കും മറ്റ് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന അക്രമങ്ങൾ, അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി ഉണ്ട് എന്നാണ് പ്രധാനമായും മനസ്സിലാകുന്നത്. സിനിമാ മേഖല വളരെ പ്രധാനപ്പെട്ട ചില ആളുകൾക്കെതിരെ ചില മൊഴികൾ ഇതിൽ ഉണ്ട് എന്നതും വലിയ അഭ്യൂഹങ്ങളായി നേരത്തെ പുറത്തു വന്നത്. അതുകൊണ്ടുകൂടിയാണ് ഇത് പുറത്തുവിടാത്തതെന്നാണ് പ്രധാനമായും ആരോപണം ഉയർന്നത്. ഏതായാലും ആ റിപ്പോർട്ട് ചില സ്ത്രീകളുടെ അല്ലെങ്കിൽ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാകുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ മാറ്റി നിർത്തി മറ്റു പൂർണ്ണ വിവരങ്ങൾ പുറത്തുവിടാനാണ് ഇപ്പോൾ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഉത്തരവിട്ടിരിക്കുന്നത്. അതാണ് അരുൺ, നമുക്കറിയാം 2017 നടിയെ ആക്രമിച്ച കേസുണ്ടായപ്പോൾ തുടങ്ങിയ വലിയൊരു ചർച്ച. സിനിമാ മേഖലയിലെ സ്ത്രീകൾ ഗുരുതരമായ പ്രശ്നങ്ങൾ അവിടെ അനുഭവിക്കുന്നുണ്ട്. പുരുഷ മേധാവിത്വം പലയിടത്തുമുണ്ട്. കാസ്റ്റിംഗ് കൗച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഈ പരിഗണനയിൽ, ഹേമ കമ്മീഷന്റെ പരിഗണനയിൽ വന്നു എന്നാണ് നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെയെങ്കിൽ 300 പേജോളം ഉള്ള ഒരു റിപ്പോർട്ടാണ് സർക്കാരിന് ഹേമ കമ്മീഷൻ സമർപ്പിച്ചതെന്ന് പറയുമ്പോൾ ഓഡിയോ ക്ലിപ്പുകളുണ്ട്, അതിൽ വീഡിയോകളുണ്ട്, ഒപ്പം പലരുടെയും മൊഴിയുണ്ട്. അപ്പോൾ വലിയ ഒരു ഗുരുതരമായ ഒരു വിഷയം അത് പൊതുസമൂഹത്തിലേക്ക് എത്തണം എന്നല്ലേ ഇപ്പോൾ വിവരാവകാശ കമ്മീഷണർ വ്യക്തമാക്കുന്നത്? തീർച്ചയായും ആ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം
അന്നു മുതൽ ഇത് പുറത്തുവരാതിരിക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടന്നിരുന്നു. സിനിമാ മേഖലയിലെ പ്രധാനികൾ ഉൾപ്പെടെ അതിനു പിന്നിലുണ്ട് എന്നാണ് ആക്ഷേപം ഉയർന്നത്. ഒരുപക്ഷെ ഇത് പുറത്തു വന്നാൽ ഇപ്പോൾ സിനിമാ മേഖലയിൽ വളരെയധികം ആരാധിക്കപ്പെടുന്ന അല്ലെങ്കിൽ ബിംബങ്ങളായി കരുതപ്പെടുന്ന അത്തരം പല ആളുകളുടെയും യഥാർത്ഥ മുഖം പുറത്തു വരുന്ന തരത്തിലുള്ള വാർത്തകൾ അല്ലെങ്കിൽ അത്തരം അഭിമുഖങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അതുകൊണ്ടുകൂടിയാണ് ഈ റിപ്പോർട്ട് തടഞ്ഞു വച്ചിരിക്കുന്നത്, വെളിച്ചം കാണാതെ തടഞ്ഞു വച്ചിരിക്കുന്നത് എന്നാണ് പ്രധാനമായും ഉയർന്ന ആരോപണം. സിനിമാ മേഖലയിലെ പ്രധാനികൾക്കെതിരെ ചില നടിമാർ ഉൾപ്പെടെയുള്ളവർ പരാതി പറഞ്ഞിട്ടുണ്ട്. സാങ്കേതിക വിദഗ്ധരുടെ പരാതിയുണ്ട്. സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്ന വനിതകളുടെ പരാതിയുണ്ട്. അത്തരത്തിൽ സിനിമാ മേഖലയെ ബന്ധപ്പെട്ട നിരവധി പ്രധാനപ്പെട്ട ആളുകളിൽ നിന്ന് ലഭിച്ച മൊഴി അടക്കമാണ് മൊഴിയുടെ ഭാഗമായാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത്. അതുകൊണ്ടാണ് ഇത്തരമൊരു രീതിയിൽ ഈ റിപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ട ഒന്നായി കേരളം കാണുന്നത്. കേരളത്തിൽ അതുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകൾ നടന്നിരുന്നു. എന്താണ് സിനിമാ മേഖലയിലെ വലിയ ഗ്ലാമർ നിറഞ്ഞ മേഖലയാണ്, വലിയ സമ്പാദ്യമുണ്ടാക്കാൻ കഴിയുന്ന മേഖലയാണ്. പക്ഷെ അതിനുള്ളിൽ നടക്കുന്നത് തികച്ചും അനഭിലഷണീയമായ പ്രവണതകളാണ്. സ്ത്രീകൾക്ക് അവരുടെ സ്വകാര്യത പോലും ഹരിക്കപ്പെടുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ ആ രീതിയിലുള്ള കടന്നുകയറ്റം അവരുടെ അവകാശങ്ങൾക്ക് പേര് ഉണ്ടാകുന്നുണ്ട്. ഈ മേഖലയിൽ സാമ്പത്തികമായ ചില ഉത്തരവാദിത്വം, അതായത് ശമ്പളം ലഭിക്കുന്നതിനടക്കം ഈ ജോലിക്ക് കൂലി ലഭിക്കുന്നതിനടക്കം ചില വലിയ അന്തരം സിനിമാ മേഖലയിലുണ്ട്. സ്ത്രീകൾക്കും അതുപോലെ പുരുഷന്മാർക്കും അത്തരം എല്ലാ കാര്യങ്ങളും പരാമർശിക്കപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയ കമ്മീഷനാണ്. അതുകൊണ്ട് തന്നെ ആ റിപ്പോർട്ട് വലിയ പ്രാധാന്യമുള്ളതാണ്. കേരളത്തിൽ സിനിമാ മേഖലയിൽ മാത്രമല്ല, കേരളത്തിലെ ഒരു പൊതു അന്തരീക്ഷത്തിൽ പോലും വളരെ പ്രാധാന്യപ്പെട്ട പല നിർണായകമായ കാര്യങ്ങൾ റിപ്പോർട്ടിലൂടെ പുറത്തു വരുമ്പോൾ തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതാണ് ഇപ്പോൾ പുറത്തു വരും, ഏതാനും ദിവസങ്ങൾക്കകം പുറത്തു വരുമെന്ന് ഉറപ്പായിരിക്കുന്നത്. അതാണ് അരുൺ, ഈ 2019 സർക്കാരിന് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ തന്നെ ഇത് പുറത്തുവിടണമെന്ന ആവശ്യം പല ഭാഗത്തു നിന്നും ഉയർന്നിരുന്നു. മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ആവശ്യം ഉയർന്നിരുന്നു. ഒപ്പം WCC അടക്കമുള്ള വനിതാ സംഘടനകൾ അവരും പറഞ്ഞ കാര്യം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി ആവർത്തിക്കപ്പെടരുതെന്നുണ്ടെങ്കിൽ ഇത് പുറത്തു വരണം എന്ന രീതിയിലായിരുന്നു. ഇപ്പോൾ ഈ സ്വകാര്യ വിവരങ്ങൾ ഒഴിച്ചുള്ള ഒന്നും മറച്ചു വെക്കരുത് എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളും ഓരോരുത്തരുടെയും സ്വകാര്യതയ്ക്ക് കീഴിൽ വരുന്നതാണല്ലോ. അപ്പോൾ ഈ റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തു വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ലല്ലോ. അങ്ങനെ ആ രീതിയിൽ പൂർണ്ണമായും അത് ആ രീതിയിൽ ഒഴിവാക്കാൻ കഴിയില്ല. കാരണം ചിലപ്പോൾ ഒരുപക്ഷെ ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗികമായ അതിക്രമങ്ങൾ ആർക്കെതിരെ ഉണ്ടായിട്ടുള്ള സ്വാഭാവികമായും ഇരകളുടെ പേരുകൾ വെളിപ്പെടുത്താനാകില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ആർടിഐ പ്രകാരം ഒന്ന് ഈ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ വിവരങ്ങൾ പുറത്തു പോകാൻ കഴിയില്ല. അല്ലെങ്കിൽ ഇത്തരം വളരെ വരാം. ഇപ്പോൾ രാഹുൽ ഈശ്വർ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ രാഹുൽ ഈശ്വർ, ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ഉത്തരവാണ് ഇപ്പോൾ വരുന്നത്. സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഉത്തരവ് നൽകിയിരിക്കുകയാണ്. ഒന്നും മറച്ചു വെക്കരുത്, സ്വകാര്യ വിവരങ്ങൾ ഒഴിച്ചുള്ള എല്ലാം പുറത്തുവിടണമെന്ന് പറയുന്നു. താങ്കളുടെ അഭിപ്രായം? ജനാധിപത്യത്തിൽ ട്രാൻസ്പെറൻസിയും അല്ലെങ്കിൽ കൂടുതൽ സുതാര്യതയും നല്ലതാണ്. പക്ഷേ ഒറ്റ ആശങ്ക മാത്രമേ ഇതിലുള്ളൂ. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പലപ്പോഴും മൊഴിയെടുത്തത് തെളിവുകളുടെയും മറ്റും അടിസ്ഥാനത്തിലാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും താരങ്ങളെ കരിവാരിത്തേക്കാനോ മലയാള സിനിമയിലെ പ്രമുഖർക്കെതിരെയുള്ള അടിസ്ഥാനരഹിതപരമായ ആരോപണങ്ങളുണ്ടെങ്കിൽ അവരുടെ വ്യക്തി ജീവിതത്തെയും സിനിമാ ജീവിതത്തെയും കരിവാരിത്തേക്കുന്ന രീതിയിലാകരുത്. ഹേമ കമ്മീഷൻ വളരെ പ്രമുഖമായ കമ്മീഷനാണ്. പക്ഷേ ഹേമ കമ്മീഷൻ വെപ്പണൈസ് ചെയ്യപ്പെടരുത്. അത് ആയുധവൽക്കരിക്കപ്പെടുകയും അത് ഏതെങ്കിലും വ്യക്തികളെ കരിവാരിത്തേക്കാനും തേജോവധം ചെയ്യാനുമുള്ള ഒരു രീതിയായി മാറരുത്. അവിടെ ഈ കമ്മീഷന് വേറെ എൻക്വയറിയോ പോലീസ് മെക്കാനിസമോ ഉണ്ടായിരുന്നില്ല എന്നാണ് നമ്മളെല്ലാം മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ വന്ന് ഏതെങ്കിലും ഒരു അഭിനേത്രി അല്ലെങ്കിൽ കലാകാരി ഒരു മൊഴി നൽകിയിരിക്കട്ടെ, ആ മൊഴി സത്യമാണോ അല്ലയോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ ഹേമ കമ്മീഷൻ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ സൂപ്പർ താരങ്ങളടക്കം വളരെ പ്രമുഖ താരങ്ങൾക്കെതിരെ ചില സത്യമല്ലാത്ത മൊഴികളൊക്കെ ഉണ്ടെന്നാണ് അന്ന് കേട്ടത്, അന്ന് പല മീഡിയയിലും വന്ന വാർത്തകളിൽ നിന്ന് കേട്ടത്. അപ്പോൾ നമ്മുടെ പ്രമുഖ താരങ്ങൾക്കെതിരെ അവരെ അടിക്കാൻ ഒരു വടിയായി ഉപയോഗിക്കുകയും അവർക്കെതിരെ ഒരു ഗൂഢാലോചന എന്ന രീതിയിൽ ഇത് ഉപയോഗിക്കപ്പെടുകയും ചെയ്യരുതെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരു റിക്വസ്റ്റേ ഉള്ളൂ. നമ്മൾ മലയാള സിനിമയിലെ പല നടന്മാരെയും വേട്ടയാടുന്നത് ഈ അടുത്ത വർഷങ്ങളിൽ കണ്ടിട്ടുള്ളതാണ്, ചില അൺസബ്സ്റ്റാൻഷിയേറ്റഡ് ആരോപണങ്ങൾ വഴി അല്ലെങ്കിൽ ഇനിയും തെളിയിക്കപ്പെടാത്ത കാര്യങ്ങൾ വഴി. അതുകൊണ്ട് ഇത് ആയുധവൽക്കരിക്കപ്പെടരുത്, വെപ്പണൈസ് ചെയ്യപ്പെടരുത്. അതോടൊപ്പം ഇത് പുറത്തു വിടുമ്പോൾ ഇവരുടെ പേര് വിവരങ്ങൾ അൺലെസ് പോലീസ് കണ്ടെത്തി കോടതി സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്ത് ഇവരെ കുറ്റക്കാരെന്ന് വിധിക്കുന്നത് വരെ ഇവരുടെ ആരുടെയും പേരുകൾ, അത് ഇരയുടെ പേര് മാത്രമല്ല ഇര ആരോപണം ഉന്നയിക്കുന്ന ആളുടെ പേരും പുറത്തുവിടരുന്നതാണ് അഭ്യർത്ഥന. കാരണം ഇവർക്കെല്ലാം വ്യക്തിജീവിതങ്ങളുണ്ട്, കുട്ടികളുണ്ട്, കുടുംബങ്ങളുണ്ട്. അതുകൊണ്ട് ഇവരെ ആരെയും കരിവാരിത്തേച്ച് ശ്രീ ദിലീപിനെതിരെയുള്ള കള്ളക്കേസോ ഇല്ലാതാക്കപ്പെടുന്ന പോലൊരു അവസ്ഥ ഇതിലേക്ക് വരരുതെന്നുള്ളതാണ് ഒരു പൊതുജനം എന്ന രീതിയിൽ അഭ്യർത്ഥന. കാര്യം ഇവർക്കെല്ലാം ഫാമിലികളുണ്ട്, അത് ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകരുത്.
രാഹുൽ പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് ഒന്നുകൂടി ചോദിക്കുകയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആ മേഖലയിൽ ആവർത്തിക്കരുത് എന്ന ഒരു ഉദ്ദേശത്തോടെയാണല്ലോ ഇങ്ങനെ ഒരു കമ്മീഷനെ നിയോഗിക്കുകയും അവരോട് ഇത് അന്വേഷിക്കുക എന്ന് സർക്കാർ പറയുകയും പഠിക്കുക എന്ന് സർക്കാർ പറയുകയും ചെയ്തത്. ഇപ്പൊ രാഹുൽ പറഞ്ഞതുപോലെ അവിടെയുള്ള നടികളോട് സംസാരിച്ച് അല്ലെങ്കിൽ നടന്മാരോട് സംസാരിച്ച് പ്രത്യേകിച്ച് സ്ത്രീകളോട് സംസാരിച്ച് സ്ത്രീകൾക്ക് പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഈ ഒരു കമ്മീഷനെ തന്നെ വെച്ചത്. അപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ സത്യമല്ല എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? അവർ പറഞ്ഞത് എല്ലാം നമുക്ക് മുഖവിലേക്ക് എടുക്കാം, പക്ഷേ ഇത് പൂർണ്ണമായി സത്യമാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുമെന്ന് സംശയമാണ്. ഉദാഹരണം, എ എന്നൊരു അഭിനേത്രി ബി എന്നൊരു നടനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചു എന്നിരിക്കട്ടെ. റൈറ്റ് ടു ഇൻഫർമേഷൻ പ്രകാരം അത് പുറത്തു വരികയാണെങ്കിൽ ഈ ബി എന്ന നടന് മറുപടി പറയാൻ പോലും അവസരമില്ല. അത് നാച്ചുറൽ ജസ്റ്റിസിന്റെ ലംഘനമാണ്. ഒരാൾ എനിക്കെതിരെ ഇരിക്കട്ടെ, ഞാനൊരു സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്, ഒരു സഹോദരി അല്ലെങ്കിൽ ഒരു അഭിനേത്രി എനിക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചു. ആ ആരോപണം ഞാൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നോ ഞാൻ അവരെ ആക്രമിച്ചു എന്നോ അസോൾട്ട് ചെയ്തു എന്നോ ശ്രമിച്ചു എന്നിരിക്കട്ടെ. ഞാനിത് അറിയുന്ന പോലുമില്ല. നാളെ RTA പ്രകാരം എന്റെ പേര് പുറത്തു വന്നാൽ ഒരു കമ്മീഷൻ റിപ്പോർട്ട് അല്ലേ, കമ്മീഷൻ എൻക്വയറി അല്ലേ, ഇയാൾ കുറ്റക്കാരനാണെന്ന് ജനങ്ങൾ ധരിക്കില്ലേ? എനിക്ക് വീട്ടിൽ ഭാര്യ 2 പിള്ളേരും ഒക്കെ ഇല്ലേ? അപ്പം ഇത് ഞാൻ എന്നെ ഉദാഹരണം വെച്ച് പറഞ്ഞതേ ഉള്ളൂ, ഞാൻ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നതല്ല. അപ്പം നാളെ ഏതൊരു താരത്തിനെതിരെ വരും. അതുകൊണ്ട് വളരെ ശക്തമായ ഒരു അഭ്യർത്ഥന, ഇല്ലെങ്കിൽ അമ്മ അടക്കമുള്ളവർ അതിൽ ആക്ഷൻ എടുക്കുകയും വേണം. ഇതിൽ ആരുടെയും പേരല്ല പ്രധാനം. അവിടെ എന്തെങ്കിലും സിസ്റ്റമിക് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തീർച്ചയായും അത് പരിഹരിക്കണം. പരാതി പരിഹാര സെല്ലുകൾ വേണം. ഇരയുടെയും കോടതി കുറ്റക്കാരനാണെന്ന് വിധിക്കുന്നത് വരെ ഒരു വ്യക്തിയുടെയും പേര് ഇതിൽ വെളിവരരുത്. അതായത് നമ്മുടെ ഏതെങ്കിലും ഒരു, ഇപ്പൊ ഈ അടുത്തിടയ്ക്ക് ഞാൻ ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന പേര് പറയാൻ, ശ്രീ ഒമർ ലുലുവിനെതിരെ ഒരു ആരോപണം വന്നു. അദ്ദേഹം കോടതിയിൽ പോയി ജാമ്യം എടുക്കുകയും അത് കൺസെന്റ് പ്രകാരമാണെന്ന് പറഞ്ഞു. നാളെ ഈ പ്രത്യേക പെൺകുട്ടി അല്ലെങ്കിൽ വിജയബാബുവിന്റെ കേസ് വന്നു. വിജയബാബു ഈ കുട്ടിയും കൺസെന്റിലാണ് ഇത് ചെയ്തതെന്ന് അദ്ദേഹം കോടതിയിൽ ധരിപ്പിക്കുകയും അദ്ദേഹത്തിന് ജാമ്യം കിട്ടുകയും മറ്റും ചെയ്തു. നാളെ ഏതെങ്കിലും ഒരു വ്യക്തി എന്റെ പേര് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നടന്റെ പേര് പറഞ്ഞു എന്ന് കരുതി ഞങ്ങൾ തെറ്റുകാരാവൂ? ഞങ്ങളിത് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. അപ്പൊ നമുക്കിത് ഡിഫെൻഡ് ചെയ്യാൻ പോലും അവസരം പോലും ഇല്ല. നാളെ പത്രങ്ങൾ, രാവിലെ TV ചാനലുകൾ ഞങ്ങളായിട്ട് തലക്കുമ്പോഴായിരിക്കും ഇത് വെളിയിൽ വരുന്നത്. അതുകൊണ്ട് ഇത് മീഡിയക്കാർക്ക് സെൻസേഷൻ ആയിരിക്കും. പക്ഷെ കുടുംബജീവിതങ്ങളുണ്ട്, കുട്ടികളുണ്ട്, കരിയറുകളുണ്ട്. ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമാണ്, സിനിമയ്ക്ക് ബ്രാൻഡ് വാല്യൂ ഉണ്ട്. അതുകൊണ്ട് ഈ മാധ്യമങ്ങൾ അലക്കുന്ന കാര്യമൊക്കെ താങ്കൾ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇടപെട്ട് ചോദിക്കുകയാണ്. ഇത് പൊതുമധ്യത്തിലേക്കാണ് വരുന്നത് ഈ കമ്മീഷൻ റിപ്പോർട്ട്. താങ്കൾ പറഞ്ഞതുപോലെ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങൾ, സ്വകാര്യമായി ബാധിക്കുന്ന കാര്യങ്ങൾ, സ്വകാര്യ വ്യക്തികളെ ബാധിക്കുന്ന കാര്യങ്ങൾ, അത് ഒഴിച്ചുള്ള ഒന്നും മറച്ചു വെക്കരുതെന്ന് പറയുമ്പോൾ ഇത്തരം സംഭവങ്ങളുണ്ട്. കാസ്റ്റിംഗ് കൗച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സിനിമാ മേഖലയിൽ ഉണ്ട് എന്ന് കമ്മീഷൻ കൊടുത്ത റിപ്പോർട്ട് പൊതുമധ്യത്തിലേക്ക് വരുമ്പോൾ അത് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമല്ലേ? ഇനിയും നമ്മുടെ നടിമാർക്കും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റ് സ്ത്രീകൾക്കും അവർക്ക് സ്വൈര്യമായി ജോലി ചെയ്യാൻ കഴിയണ്ടേ? അങ്ങനെ ഒരു സാഹചര്യം സംശയമില്ല, അത് ശരിയാണ്. പ്രത്യേകിച്ച് മാധ്യമരംഗത്തടക്കം നിൽക്കുന്ന ആളുകൊണ്ട് എനിക്കും അറിയാം ഇതിന്റെ പുറകിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഇത് ചർച്ച ചെയ്യപ്പെടണം. ഇത് തീർച്ചയായും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കാര്യമായി ഡിസ്കസ് ചെയ്യണം. എന്നാൽ അതോടൊപ്പം ഒരു നടന്റെയും പേര് ഇതിൽ വരരുത്. കോടതി അവരെ കുറ്റക്കാരെന്ന് വിധിക്കുന്നത് വരെ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു പോലീസ് അന്വേഷണം നടക്കുന്നത് വരെ. അത് നടക്കുന്നതിന് മുമ്പ് ഈ നടന്മാരുടെ പേര് വെളിയിൽ വന്നാൽ അവരുടെ സിനിമാ ജീവിതത്തെ അത് ബാധിക്കും, കുടുംബജീവിതത്തെ അത് ബാധിക്കും. അവരുടെ കുട്ടികൾ സ്കൂളിൽ പോകുന്നവരാണ്. നാളെ നിന്റെ അച്ഛൻ അങ്ങനെയല്ലേ ആ റിപ്പോർട്ടിൽ കണ്ടു എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അവരുടെ കുട്ടികൾക്കടക്കം ഇത് ബാധിക്കുന്ന കാര്യമാണ്. വിജയബാബുവിന്റെ, ഒമർ ലുലുവിന്റെ, ശ്രീ ദിലീപിന്റെ അടക്കമുള്ള എല്ലാ കേസുകളിലും നമ്മൾ ഈ ദുര്യോഗം കണ്ടതാണ്. അതുകൊണ്ട് ഒരു ആണിനെ ആക്രമിക്കാനുള്ള, നടനെ ആക്രമിക്കാനുള്ള, പുരുഷനെ കരിവാരി തേക്കാനുള്ള ഒരവസരമായി ഇത് മാറരുത്. പകരം സ്ത്രീകൾക്ക് എല്ലാവിധ ഫെസിലിറ്റിയും നൽകുന്ന, എല്ലാവിധ ജസ്റ്റിസും നൽകുന്ന ഒരു നീക്കവും ആവണം. പറഞ്ഞു. ശരി, വളരെയധികം നന്ദി. ശ്രീ രാഹുൽ ഈശ്വറാണ് നമ്മളോട് സംസാരിച്ചത്. VV അരുൺ തുടരുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അരുണിലേക്ക് വരാം. എന്തായാലും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാനുള്ള വളരെ ഗൗരവമുള്ള ഉത്തരവാണ് ഇപ്പോൾ സംസ്ഥാന വിവരാവകാശ കമ്മീഷനുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. A അബ്ദുൾ ഹക്കീമിന്റേതാണ് ഉത്തരവ്. ഒരു വിവരവും മറച്ചു വെക്കരുത് എന്നാണ് അദ്ദേഹത്തിന്റെ ഉത്തരവിൽ പറയുന്നത്. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാനായാണ് സർക്കാർ ഹേമ കമ്മീഷനെ നിയോഗിച്ചത്. 2019 സർക്കാരിന് ഹേമ കമ്മീഷൻ 300 പേജുള്ള റിപ്പോർട്ട് സമർപ്പിച്ചത്. ആ റിപ്പോർട്ടിലെ സ്വകാര്യ വിവരങ്ങൾ ഒഴിച്ചുള്ള ഒരു കാര്യവും മറച്ചു വെക്കേണ്ടതില്ല എന്നാണ് കമ്മീഷന്റെ ഉത്തരവിൽ പറയുന്നത്.
2019 ഡിസംബർ 31-നാണ് കമ്മീഷൻ മുഖ്യമന്ത്രി പിണറായി വിജയന് 300 പേജുള്ള ഈ റിപ്പോർട്ട് സമർപ്പിച്ചത്. റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ സാധൂകരിക്കുന്ന വലിയ രേഖകളുണ്ട്, സ്ക്രീൻഷോട്ടുകൾ, ഓഡിയോ ക്ലിപ്പുകൾ അടക്കം ഈ റിപ്പോർട്ടിലുണ്ട് എന്നാണ്, റിപ്പോർട്ടിനൊപ്പം സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. റിപ്പോർട്ട് നേരത്തെ തന്നെ പരസ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട വിവിധ സംഘടനകളും മാധ്യമ പ്രവർത്തകരും അടക്കം രംഗത്ത് വന്നെങ്കിലും സ്വകാര്യത മാനിച്ചുകൊണ്ട് പലരെയും പല കാര്യങ്ങളും ബാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ റിപ്പോർട്ട് പുറത്തുവിടാതിരിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തുവിടണം എന്ന ഉത്തരവാണ് വിവരാവകാശ കമ്മീഷനുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. 2017 നടിയെ ആക്രമിച്ച കേസ് വന്നത് മുതൽ സ്ത്രീകൾ വലിയ രീതിയിൽ ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകൾ പ്രശ്നങ്ങൾ നേരിടുന്നു എന്ന ചർച്ചകൾ ഉയർന്നിരുന്നു, വലിയ പ്രശ്നങ്ങൾ ഉയർന്നു വന്നിരുന്നു. ആ സാഹചര്യത്തിലാണ് സർക്കാർ ഹേമ കമ്മീഷനെ നിയോഗിച്ചത്. ചലച്ചിത്ര രംഗത്തെ പ്രശ്നങ്ങൾ, സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാനായാണ് 3-അംഗ സമിതിയെ നിയോഗിച്ചത്. 2019ഓടെയാണ് അവർ 300 പേജുള്ള റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചത്.